സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ എക്സാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 43 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ വേതനം VBG റാംജി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി VBG റാംജിയുടെ പുതിയ ദിവസ വേതനം എത്ര രൂപയാണ് എന്നതാണ് ചോദ്യം. 401 രൂപയാണ്. 401 രൂപ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. 2026 ജൂലൈയിൽ ഭൗമസൂചിക പദവി നേടിയ സീതാഹി കുദ്കി, നഗട്മാൻ കുദ്കി, ബഗാനി അർഹർ എന്നിവ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങളാണ്? ഇപ്പം 2026 ജൂലൈയിൽ ഭൗമസൂചിക പദവി നേടിയ സീതാഹി കുദ്കി, നഗട്മാൻ കുദ്കി, ബഗാനി അർഹർ എന്നിവ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾ ആണ്? മധ്യപ്രദേശിലെ ഉൽപ്പന്നങ്ങളാണ് ഇവ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മധ്യപ്രദേശ്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിനായി ഉപയോഗിച്ച ബഹിരാകാശ പേടകം ഏത്? ആർട്ടമിസ് 2 ദൗത്യത്തിനായിട്ട് ഉപയോഗിച്ചത് ഓറിയോൺ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓറിയോൺ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആര്? 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആര്? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. 2026 പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്പേസ് പോളിസി 2026 പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സ്പേസ് പോളിസി 2026 പ്രധാന ലക്ഷ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, രാജ്യത്തിൻ്റെ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിലെ വിഹിതം വർദ്ധിപ്പിക്കുക, സാങ്കേതിക പരമാധികാരവും തന്ത്രപരവുമായ സ്വയം പര്യാപ്തതയും കൈവരിക്കുക. ചോദ്യം എന്താണ്? ഇന്ത്യൻ സ്പേസ് പോളിസി 2026 പ്രധാന ലക്ഷ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ഏതൊക്കെയാണ്? ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, അതുപോലെ രാജ്യത്തിൻ്റെ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിലെ വിഹിതം വർദ്ധിപ്പിക്കുക, സാങ്കേതിക പരമാധികാരവും തന്ത്രപരമായ സ്വയം പര്യാപ്തതയും കൈവരിക്കുക. ഇത് മൂന്നുമാണ് ഇന്ത്യൻ സ്പേസ് പോളിസി 2026 പ്രധാന ലക്ഷ്യങ്ങൾ. ഈ 3 പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻസ് മാറ്റി തന്നിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏത്? കെയർ ആണ്. കെയർ. KARE ആണ് വരുന്നത്. കെയർ. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. 2026 ജൂണിൽ മെക്കല ഹിഗോസ് ചുഴലിക്കാറ്റുകൾ നാശം വിതച്ച രാജ്യം. മെക്കല ഹിഗോസ് എന്നീ ചുഴലിക്കാറ്റുകൾ നാശം വിതച്ചത് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജപ്പാൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏത്?
കുട്ടനാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കുട്ടനാട്. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വ രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനം 2026 ആതിഥേയത്വ രാജ്യം അസർബൈജാൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അസർബൈജാൻ ആണ് ലോക പരിസ്ഥിതി ദിനം 2026 ആതിഥേയത്വ രാജ്യം. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇനി 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നാണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് പ്രമേയം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ആതിഥേയത്വ രാജ്യം അസർബൈജാൻ. 2026 ജൂണില് പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? 2026 ജൂണില് പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? അഹമ്മദാബാദാണ്. ഏക അരീന അഹമ്മദാബാദിലാണ് പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. അഹമ്മദാബാദില് ഏക അരീനയിൽ വെച്ചിട്ടാണ്. 79-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകൾ പങ്കെടുത്ത ഈ ചാമ്പ്യൻഷിപ്പിൽ 114 മെഡലുകളോടെ ഇന്ത്യ 1-ാം സ്ഥാനം നേടി. 114 മെഡലുകൾ, അതിൽ 102 സ്വർണം ഉൾപ്പെടെ 114 മെഡലുകൾ നേടി ഇന്ത്യ 1-ാം സ്ഥാനത്ത് എത്തി. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകളാണ് ഉണ്ടായിരുന്നത്? 79 രാജ്യങ്ങളിൽ നിന്നുമുള്ള അത്ലറ്റുകളാണ് ഉണ്ടായിരുന്നത്. 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ആരാണ്? 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ആര്? ജി സുധാകരനാണ്. ജി സുധാകരൻ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഷാനിമോൾ ഉസ്മാൻ, കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി ആരാണ്? കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയാണ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി ആരാണ്? അന്നപൂർണ ദേവി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ആര്? ശ്രീരാജ് കുമാർ ഗോയൽ ആണ്. ഓപ്ഷൻ ബി, ശ്രീരാജ് കുമാർ ഗോയൽ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് കമന്റ് ചെയ്യുക. നിലവില് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. അമിത് ഷാ. കേരളത്തിന്റെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആര്? കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ ജാജു ബാബു. കെ ജാജു ബാബുവാണ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. വ്യവസായം, വിവര സാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്ത് വ്യവസായം, വിവര സാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പി കെ കുഞ്ഞാലിക്കുട്ടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്
റോജി എം ജോൺ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റോജി എം ജോൺ. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ ഏത്? എൻ്റെ വോട്ട് എൻ്റെ ശക്തി എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എൻ്റെ വോട്ട് എൻ്റെ ശക്തി. ലോകമെമ്പാടുമുള്ള 20 നഗരങ്ങളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 20 cities towards zero waste പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരപ്രദേശ നഗരം ഏത്? 20 cities towards zero waste പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരദേശ നഗരം വർക്കലയാണ്. ഓപ്ഷൻ സി വർക്കല. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷൻ. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ സമിതിയുടെ അധ്യക്ഷ കാഞ്ചൻ ദേവിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാഞ്ചൻ ദേവി. രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ച പദ്ധതി ഭവ്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭവ്യ. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയത് തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം. 2026 മാർച്ച് മുതൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആന്ധ്രാപ്രദേശ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള ഏത്? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള വയനാടൻ റോബസ്റ്റ കാപ്പിയാണ്. വയനാടൻ റോബസ്റ്റ കാപ്പി. ഭീം ആപ്പിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഭീം ആപ്പിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഓപ്ഷൻ സി മഹേന്ദ്ര സിംഗ് ധോണി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് നടക്കുന്നത് മാൾട്ടയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മാൾട്ട. കോമൺവെൽത്ത് യൂത്ത് ഗെയിംസ് 2027 ആതിഥേയത്വം വഹിക്കുന്നത് മാൾട്ട. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് 2026 മാർച്ചിൽ പാസ്സാക്കിയത് ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ്. ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരാഖണ്ഡ് ആയിരുന്നു ആദ്യത്തെ സംസ്ഥാനം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സാത്വി നിരഞ്ജൻ ജ്യോതി. സാത്വി നിരഞ്ജൻ ജ്യോതി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈ കോസ്റ്റൽ റോഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മുംബൈ കോസ്റ്റൽ റോഡ് ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ്. മുംബൈ കോസ്റ്റൽ റോഡ്. വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ശീതൾ ദേവിയാണ്. ഓപ്ഷൻ സി ശീതൾ ദേവ്. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായി ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാക്സിൻ ഏത്? ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായിട്ട് ജപ്പാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വാക്സിൻ ക്യൂഡെങ്ക എന്നാണ്. ക്യൂഡെങ്ക ഏത് പ്രതിരോധിക്കുന്നതിനായിട്ട്? ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നതിനായിട്ട്. എവിടെ നിന്നുമാണ് ഇറക്കുമതി ചെയ്തത്? ജപ്പാനിൽ നിന്നുമാണ്. വാക്സിൻ്റെ പേര് ക്യൂഡെങ്ക. 2026 മാർച്ചിൽ സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? 2026 മാർച്ചിൽ സമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്.
ഇന്ത്യയിൽ ആദ്യത്തെ LPG ATM നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യത്തെ LPG ATM ഗുരുഗ്രാം, ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ LPG ATM നിലവിൽ വന്നത്. ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ട കുടുംബ കോടതിയാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കുടുംബ കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എഡ്യൂക്കേറ്റ് ഗേൾസ് മക്സസെ പുരസ്കാരം നേടിയ സന്നദ്ധ സംഘടന. ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ്. ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ് ഏത്? സ്പേസ് ജെൻ ചന്ദ്രയാൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്പേസ് ജെൻ ചന്ദ്രയാൻ. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ കെ ഫോണിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. കെ ഫോണിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. ഫിബോ എന്ന കടുവ. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ബ്രസീൽ. ആനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളി സുരേഷ് എറിയാട്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സുരേഷ് എറിയാട്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയത് കാസർഗോഡ് ജില്ല. ഉൽക്കാവർഷം പ്രവചിക്കുവാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ. ഉൽക്കാവർഷം പ്രവചിക്കുവാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖറാണ്. ഓപ്ഷൻ എ അശ്വിൻ ശേഖർ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിലെത്തിക്കുന്നതിനുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിലെത്തിക്കുന്നതിനുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്രയാണ്. ഭാർഗവാസ്ത്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭാർഗവാസ്ത്ര. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.